റിവ്യൂവറാ. ആ അതാണ് അതാ. ഞാനൊരു 4 സ്റ്റാറേ തരൂ. 4 സ്റ്റാർ. 4 സ്റ്റാർ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കാണോ അതോ ഡയാനയുടെ ആങ്കറിങ്ങിനാണോ 4 സ്റ്റാർ കൊടുക്കുന്നത്? ഡയയുടെ ഡ്രസ്സൊക്കെ അടിപൊളിയാ. ആ ഷാങ്കറിങ് മോശം. അയ്യോ 4 സ്റ്റാർ. പിന്നെ പോരാ, കോമഡി പോരാ. കോമഡി പോരാ. മൊത്തത്തിലേ പരിപാടി ഞാൻ റിവ്യൂ ചെയ്താലാണ് കേറുള്ളൂ സാധനം. എന്തോ ഞാൻ റിവ്യൂ ചെയ്താലേ കേറുള്ളൂ. പേര് അനീഷ് കുംഭകോണം. അയ്യോ, റിവ്യൂവർ അനീഷ് കുംഭകോണം. അയ്യോ, നിങ്ങൾ എന്ത് ഫേമസ് ആണ്. പെട്ടെന്ന് മനസ്സിലായല്ലോ കേട്ടോ. ഞാനൊരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഇത് കോടതിയുടെ നിയമം വന്നിരിക്കുന്നത്, സിനിമ റിലീസായി 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിവ്യൂ പാടുള്ളൂ. അതെ, അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? TV ഷോ ആണല്ലോ. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ റിവ്യൂ പറയാം. ഇന്ന് ഇവിടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. ഓക്കെ. അല്ല, നിങ്ങളിപ്പോ ഇവിടെ നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങളുടെ ചായയും കുടിച്ച് ഇവിടെ നിന്ന് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? ഞാനൊരു പോസിറ്റീവ് റിവ്യൂ പറഞ്ഞാൽ നിങ്ങളുടെ പരിപാടിക്ക് നല്ല റേറ്റിംഗ് കിട്ടും. അല്ല, റേറ്റിംഗ് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഇങ്ങനെ അല്ല, ഞാൻ ഒരു ഉദാഹരണം പറയാം. തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം കേട്ടല്ലേ? ആളുണ്ടായില്ല, ഒരു മനുഷ്യനുണ്ടായില്ല. ഞാൻ ചെന്നിട്ട് പറഞ്ഞു കുടമാറ്റമുണ്ട്, ചെണ്ടമേളമുണ്ട്, തലയെടുപ്പുള്ള ആനകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുത്തു. എന്തോരം ആൾക്കാരാ. അതുപോലെ തന്നെ ഈ ആലപ്പുഴ വള്ളംകളി ശരിക്കും തുഴച്ചിൽക്കാരുടെ ബന്ധുക്കൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ തുടക്കത്തിൽ ലാഗുണ്ടെങ്കിലും ഫിനിഷിംഗ് പോയിന്റില് കട്ട വെയിറ്റിംഗ് ആണ്, ഭയങ്കര സ്പാർക്കാന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കൊടുത്തു. എന്തോരം ആൾക്കാരാ. മക്കളെ, ഈ വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടല്ലോ, തുടങ്ങിയപ്പോ ഭയങ്കര ട്രിഞ്ച് അലവൻസ് ആയിരുന്നു. ഞാൻ റിവ്യൂ കൊടുത്തേ പിന്നെ അങ്ങോട്ട് കേറി ഇപ്പൊ സീറ്റില്ല, കിട്ടാൻ സീറ്റില്ല. അതുപോലെ ഞാനിവിടെ ഇരുന്ന് റിവ്യൂ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് കിട്ടും. ഉഷാരടി, വന്ന വഴി എനിക്കൊരു എലമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പൊളിക്കും. റിവ്യൂ ചെയ്യാനാ? അതിഥി രവിയാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ വന്നിരിക്കുന്നത്. അതിഥി എന്നാണ് നമ്മുടെ ഗസ്റ്റിന്റെ പേര്. രവി അച്ഛന്റെ പേരാ. അതിഥി എന്നാണ് പേര്. അതിഥി രവി. സിനിമയിലൊക്കെ നായികയാണ്. എത്ര വലിയ നായികയായിട്ട് എന്താ കാര്യം? പേരെഴുതി കാണിക്കുമ്പോ അതിഥി താരം എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അല്ല, ഇങ്ങനെയാണ് നിങ്ങൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സേവനം തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമില്ല. വേണ്ട, ഞാൻ പോയിട്ട് 2 നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കാം. അയ്യോ അങ്ങനെ ചെയ്യരുത് സാർ. അവിടെ ഇരുന്നോ, അതെ അത് മതി. ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാട്ടോ, ഈ ലൈറ്റിങ്ങും ക്യാമറ വർക്കും തീരെ പോരാ.